ഈ രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. അപ്രതീക്ഷിതമായ വേർപാടുകളും അനർത്ഥങ്ങളുമൊക്കെ ഉള്ള നാളുകളിലാണ് നാം ജീവിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അനേകർ അതിൻ്റെ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിലും ജീവനുള്ളവരുടെ ദേശത്ത് ആയിരുന്ന് ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ സാവകാശത്തെ നമുക്ക് വളരെ നന്ദിയോടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പാഠമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ് എന്നുള്ളതായ വലിയ സത്യം നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആ വലിയ സത്യത്തിൻ്റെ വിശദീകരണം നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. അതുകൊണ്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിത്യതയെ ലക്ഷ്യമാക്കി ചെയ്യേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്നുള്ളതിന് ആ കുറിവാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. എൻ്റെ ഈ വചനങ്ങളെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് ദൈവ വചനത്തോടുള്ളതായ നമ്മുടെ വിശ്വസ്തത, അനുസരണം എന്നുള്ളത് സ്വർഗമേറെ ആദരിക്കും എന്നുള്ളതായ സത്യം നമുക്കവിടെ ചിന്തിക്കാനായിട്ട് കഴിയുകയായിരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം കൂടെ ചേർത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു. അത് പറഞ്ഞാണ് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവിടെ വലിയ പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രതിഫലം എവിടെ കിട്ടുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി വിശകലനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. പ്രതിഫലം എവിടെ കിട്ടാനുള്ളതാണ്? സ്വർഗത്തിൽ കിട്ടാനുള്ളതാണ്. ഭൂമിയിൽ താൽക്കാലികമായ ചില പ്രതിഫലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ സ്വർഗത്തിലാണ് കർത്താവിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും പ്രതിഫലം കൃത്യമായിട്ട് വിഭജിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓർത്ത വളരെ കാതലായൊരു സത്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ളതായ പഴിയും ഉപദ്രവവും നിന്ദയും ഒക്കെ നാം സഹിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അത് സ്വർഗത്തിലുള്ള പ്രതിഫലവും വർദ്ധിപ്പിക്കുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളത് നമ്മുടെ കർത്താവ് അവിടെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമം നാം വഹിക്കുന്നതിനാൽ നമ്മൾ ആക്ഷേപിക്കപ്പെടുമ്പോൾ, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് കർത്താവ് പറഞ്ഞത്? സന്തോഷിച്ച് ഉല്ലസിക്കാം. കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് എന്നുള്ള വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വചനം അതുപോലെ വിശ്വസിക്കുന്ന ആളുകൾ ഈ നാമത്തിലുള്ളതായ അപമാനങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ വലിയ മുതൽക്കൂട്ടായി കരുതും എന്നുള്ളതായ ഉന്നതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒരാളുടെ ഉദാഹരണം പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ആരുടെ ഉദാഹരണമാണ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ?
മോശയുടെ ഉദാഹരണം നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അത് നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ടത് കൂടുതൽ വിശദീകരിക്കാനായിട്ട് ആവശ്യമില്ല. പ്രതിഫലം നോക്കിയതുകൊണ്ട് മോശ എന്തൊക്കെ ത്യജിച്ചു എന്നുള്ളത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. മിസ്രയീമിലെ നിക്ഷേപങ്ങളുമൊക്കെ വേണ്ട എന്ന് വെച്ച് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ച് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, കിട്ടാവുന്നതെല്ലാം ത്യജിച്ചാണ് അങ്ങനെ ഒരു ജീവിത ദർശനത്തിലേക്ക് ആ ദൈവഭക്തൻ വന്നത് എന്ന് നാം ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഇനി ആ വാക്യത്തിലുള്ളതായ വളരെ പ്രധാനപ്പെട്ടൊരു പ്രയോഗം ഞാനൊന്ന് വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ നാം കാണുന്നത് വചനവും ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ അത് ദൈവസഭയിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് പിന്നീട് ഒരു പ്രകാശനം ഉണ്ടായാൽ ഞാൻ വിശദീകരിക്കാം. നമുക്കറിയാം, 1 പത്രോസ് 5-ാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ വചനം പറയുവാൻ ഉദ്ദേശിക്കപ്പെട്ട ആത്മീക നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു പ്രബോധനം നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. ആട്ടിൻകൂട്ടത്തിന് ഓർക്കുന്നുണ്ട്, മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. അപ്പോൾ അധ്യക്ഷത ചെയ്യുമ്പോൾ ആട്ടിൻകൂട്ടത്തിന് എല്ലാ കാര്യത്തിലും മാതൃകയായിരിക്കുക എന്നുള്ളത് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. നമുക്കറിയാം, ഇടയ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആടുകൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രയോ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആടുകൾക്ക് ആത്മീയ ആഹാരം നൽകുമ്പോൾ എത്രയോ വചന സത്യങ്ങൾ വെളിപ്പെടുത്താനുള്ളതായ, പഠിപ്പിക്കാനുള്ളതായ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നാളിലൊക്കെ കൂടെ ഓർത്തിട്ടുള്ളതുപോലെ ദൈവവചനത്തിൻ്റെ ചരിത്രത്തിൽ വചനം നന്നായി പഠിപ്പിച്ചിട്ടുള്ള ആളുകൾ അവർ പഠിച്ച വചനവും ആദ്യം പ്രായോഗികമാക്കി ജീവിച്ചിട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുള്ള പല സാക്ഷികളെയും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇനി ഞാൻ ആ സാക്ഷികളെ നിരത്തേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. എങ്കിലും സാമ്പിളിൻ്റെ ഒരു പേര് പറഞ്ഞു പോകട്ടെ. എസ്ര ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. എസ്ര 7:10 നമുക്ക് എല്ലാവർക്കും അറിയാം. 3 കാര്യത്തിന് എസ്ര മനസ്സ് വച്ചിരുന്നു. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുവാൻ, പിന്നെ രണ്ടാമത്തേത് അതനുസരിച്ച് നടക്കുവാൻ, 3 ഇസ്രയേലിൽ അത് ഉപദേശിക്കുവാൻ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ദൈവദാസന്മാർ ഈ കൃത്യമായ സമർപ്പണം സൂക്ഷിച്ചിട്ടുള്ളവരാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും ഓർക്കാറുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ ക്ലാസ്സിലൊന്ന് വിശദീകരിക്കണം എന്നാഗ്രഹിക്കുന്നതായ കാര്യം, വചനം സഭയിൽ മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ, എവിടെ പഠിപ്പിക്കണം? വചനം വീട്ടിൽ പഠിപ്പിക്കണം. അതിൽ വേറെ പല ഉത്തരങ്ങളുമൊക്കെയാണ് അധികം ആളുകൾ ചിന്തിക്കാറുള്ളത്. വചനം പഠിക്കില്ല, ബൈബിൾ സ്കൂളിലൊക്കെ പോകണമെന്നോ അവിടെയാണ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ ഇന്ന് ഉത്തരം പറഞ്ഞു പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നതായ കാര്യം ദൈവത്തിൻ്റെ വചനം വീട്ടിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്രായേൽ വളരെ പ്രതികൂലമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയ നാളുകളിലും
അവിടെ ചില മല്ലന്മാർ രൂപപ്പെട്ടത് അവരുടെ വീടുകളിലാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കുവാൻ ഇടയായിട്ട് തീരരുത്. പൊതുവെയുള്ള പഠനവും കാര്യങ്ങളും ഒക്കെ വളരെ പരാജയപ്പെട്ട കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള വീരന്മാർ നല്ല വീടുകളിൽ രൂപപ്പെട്ടു വരുവാൻ ഇടയായിട്ട് തീർന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്, യിരെമ്യാവിൻ്റെ കാലഘട്ടം എന്തോ ഒരു തകർച്ചയുടെ കാലഘട്ടമായിരുന്നു. നമ്മളെപ്പോഴും ഓർക്കാറുള്ളതായൊരു ചരിത്രമാണ്. രാജാവ് വചനം കത്തി കൊണ്ട് കണ്ടിച്ച് ഞെരിപ്പോട്ടിൽ തീയിലിട്ട് ചുട്ടുകളയുന്ന കാലം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ വളർന്ന ചില ബാലന്മാരാണ്. അവർ ജീവൻ കൊടുത്ത് ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച്. അവരുടെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദാനിയേൽ, പിന്നെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഒക്കെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വളർന്നു വന്ന ബാലന്മാരാണ്. അവർ അങ്ങനെ യൗവനപ്രായത്തിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ ആ ചെറിയ പ്രായത്തിനുള്ളിൽ ദൈവത്തിൻ്റെ വചനവും ഏറ്റവും കൃത്യമായി പ്രമാണിക്കത്തക്കവണ്ണം അവർ രൂപപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത് അവർ ജനിച്ചു വളർന്ന വീട്ടിലാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത്, ഇത് സഭയിലെ ബൈബിൾ ക്ലാസ്സാണ് എങ്കിലും ഞാൻ ഈ സത്യം ആവർത്തിച്ച് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ദൈവത്തിൻ്റെ വചനവും പഠിപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ നമ്മൾ വളർന്ന പിള്ളേർക്ക് വചനം അറിയാൻ പാടില്ലെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയോ മാതാപിതാക്കൾ അതിൻ്റെ ഉത്തരവാദികളായിരിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ 2 വാക്യങ്ങൾ ആ ബന്ധത്തിൽ ഒന്ന് വിശദീകരിക്കണം എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ വാക്യത്തിൻ്റെ റെഫറൻസ് പറഞ്ഞായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല, നോട്ടിൽ എഴുതിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തതിൻ്റെ ലക്ഷ്യം നമ്മൾ വളരെ കൃത്യമായി കാണുന്നുണ്ട്. ഈ നിയോഗത്തോട്, അതിനൊരു കുടുംബ നിയോഗം എന്നാണ് ഞാൻ സാധാരണ വിളിക്കാറ്. ഈ അടുത്ത കാലത്ത് ഞാൻ കുറേ അധികം പറഞ്ഞിട്ടുള്ളതായ ആലോചനകളുമാണിത്. ഈ കുടുംബ നിയോഗം പിന്നെ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആവർത്തിക്കുകയും വിശദമാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ റെഫറൻസുകൾക്ക് അറിയാമായിരിക്കും എന്ന് കരുതുകയാണ്. നോട്ട് ചെയ്തിട്ടോളും. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യത്തിൽ ഈ സത്യവും വളരെ കൃത്യമായി നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബ്രഹാം ഇസ്രായേലിൻ്റെ പിതാവാണ്. ആരുടെയും പിതാവാണ്? നമ്മുടെയും പിതാവാണ്. അപ്പം അതുകൊണ്ട് അബ്രഹാമിനെ ഏതൊരു കാര്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തുവോ അതേ കാര്യത്തിനു വേണ്ടി നാമും തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഞാൻ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇന്ന് രാത്രിയിലെ ക്ലാസ്സിൽ ചില വാക്കുകൾ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് മിക്കവാറും മനപ്പാട് അറിയാവുന്ന വാക്യമായിരിക്കും, എങ്കിലും ആ വാക്യം നമുക്ക് പ്രാരംഭത്തിൽ ഒന്ന് വായിക്കാം. അബ്രഹാമിനെ കുറിച്ച് അരുളിച്ചെയ്തത്, അവന് നിവർത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ വാക്യത്തിൽ നിന്ന് 3 സത്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നിയോഗത്തിൻ്റെ പശ്ചാത്തലവും വളരെ ശ്രദ്ധേയമാണ്. ഈ നിയോഗം ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പശ്ചാത്തലത്തിൻ്റെ പ്രാധാന്യം
നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാരണം അബ്രഹാമിൻ്റെ അടുക്കൽ ചില അതിഥികൾ വരികയാണ്. ഞാനിത് ഈ അധ്യായത്തിലൂടെ പോയപ്പോൾ പല കാര്യങ്ങളും എനിക്ക് വളരെ ചിന്താർഹമായിട്ട് തോന്നി. അതെല്ലാം ഈ ക്ലാസ്സിൽ ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. അബ്രഹാം അതിഥികളെ സ്വീകരിച്ചത് എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ? വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് സ്വീകരിച്ചത്. അവിടെ വെള്ളം കൊണ്ടുപോവുകയാണ് അവരുടെ കാലുകളെ കഴുകിയത്. പിന്നെ കൊടുത്ത ആഹാരമൊക്കെ നല്ല ആഹാരമാണ് കൊടുത്തത് എന്താണെന്നൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഈ ആഹാരം വിളമ്പിയത് എവിടെയാണ്? ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് വിളമ്പിയത്. അപ്പോൾ ഞാനിന്ന് പകൽ ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, അബ്രഹാമിൻ്റെ അതിഥി സൽക്കാരവും ചരിത്രപ്രസിദ്ധമായ അതിഥി സൽക്കാരമാണ്. എബ്രായ ലേഖനകാരൻ എഴുതുമ്പോൾ അബ്രഹാമിൻ്റെ പേര് പറയുന്നില്ലെങ്കിലും അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു എന്നുള്ളതായ കാര്യം രേഖപ്പെടുത്തുകയാണ്. അത് അബ്രഹാം ചെയ്ത ഈ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ദൂതൂടെ പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അതിഥി സൽക്കാരം നന്നായി ചെയ്യുന്നതിൽ വിരിച്ചൊരുക്കിയ സ്ഥലമോ നല്ല ഡൈനിങ് ടേബിളോ ഒന്നും വേണം എന്ന് നിർബന്ധമില്ല. കാരണം സ്നേഹമുള്ള വീട്ടിലെ ആഹാരം അത് ഏത് പരിമിതമായ സാഹചര്യത്തിലാണെങ്കിലും ആസ്വാദ്യമായിരിക്കും എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആഹാരം ഇരുത്തി കൊടുക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് വേണ്ട പോലെയൊക്കെ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അബ്രഹാമിൻ്റെ മനോഹരമായ മാതൃക ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഞാൻ ഈ അധ്യായത്തിലൂടെ ഇന്ന് പകൽ പലവട്ടം കടന്നു പോയപ്പോൾ ഇതെന്നെ വളരെ സന്തോഷിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ വിലപ്പെട്ട സത്യം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. വായിച്ചാട്ടെ, 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. കഴിയാത്ത കാര്യമുണ്ടോ? ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളിച്ചെയ്തു. അപ്പോൾ അവിടെ ഈ വാക്കുകൾ അബ്രഹാമിനെ കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നതിൻ്റെ പശ്ചാത്തലവും തനിക്കൊരു മകനുണ്ടാകുമെന്നുള്ള വാഗ്ദത്തം കൊടുക്കുകയാണ്. തൻ്റെ പിന്തലമുറയെക്കുറിച്ചുള്ള വാഗ്ദത്തം നേരത്തെ കൊടുത്തിട്ടുണ്ട്, അത് പലവട്ടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വാക്യത്തിലുള്ളതായ പ്രത്യേകത വളരെ കൃത്യമായി അതിൻ്റെ സമയം വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. 1 വർഷം കഴിയുമ്പോൾ നിനക്കൊരു മകനുണ്ടാകും എന്ന് പറഞ്ഞ് ആ കാര്യവും ആ വാഗ്ദത്തവും അവിടെ ഉറപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇന്ന് എല്ലാം പകൽ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. അപ്പോൾ ഈ വാഗ്ദത്തം വളരെ കൃത്യമായി പറഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞാണ് മകനുണ്ടാകാനായിട്ട് പോകുന്നത്. പക്ഷേ അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്തിനാണ് എന്നുള്ളത് നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ വചനവും അതിൻ്റെ കൽപ്പനകൾ കൽപ്പിക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് എത്രയോ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഞാനൊരു വാചകം പറയുകയാണ്. 1 വർഷം കഴിഞ്ഞിട്ടുണ്ടാകുന്ന മകനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൊടുത്തിട്ടാണ് ഈ വിലയേറിയ സത്യം നമ്മൾ അവിടെ കാണുന്നത്. നമ്മിൽ പലർക്കും ഇപ്പോൾ മക്കളുണ്ട്, അവരെയൊക്കെ പഠിപ്പിക്കേണ്ട പ്രായത്തിലുമാണ്. അപ്പോൾ നമ്മൾ ഈ നിയോഗം എത്രയോ ഗൗരവമായി പ്രാധാന്യത്തോടെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഈ മാനെക്കുറിച്ചുള്ളതായ വെളിപ്പെടുത്തലൊക്കെ കിട്ടുമ്പോൾ കുറച്ച് സംശയങ്ങളും ഒക്കെ ഉണ്ടായി. അതൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ആദ്യത്തെ വാചകം ഒന്ന് പറയണം എന്നെനിക്കൊരു താല്പര്യം തോന്നി. യഹോവയാൽ കഴിയാത്ത കാര്യം
ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? യഹോവയാൽ കഴിയാത്ത കാര്യം ഇല്ല. അപ്പോൾ അതിപ്പോൾ നമ്മൾക്ക് വേദപുസ്തകത്തിൽ ഒത്തിരി ചരിത്രങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാം. ഇപ്പം നമ്മൾ വായിക്കുന്നിടത്തും അത് ഉണ്ടല്ലോ. ശമൂവേൽ ജനിക്കുന്നതിന് മുമ്പ് ഹന്നയുടെ ഗർഭപാത്രം ദൈവം അടച്ചിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് വായിക്കുന്നുണ്ട്. പക്ഷേ ദൈവം അടച്ചെങ്കിൽ പ്രാർത്ഥനയുടെ വഴിയിൽ ദൈവം അത് തുറന്നു എന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ വായിച്ച് ധൈര്യപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ബൈബിൾ ചരിത്രത്തിലെ പല ബല്ലന്മാരായ ആളുകളും ദൈവം ഉപയോഗിച്ച പല ആളുകളും ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ പോകേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഞാനിന്ന് ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, പല കാര്യവും അസാധ്യമെന്ന് നമുക്ക് തോന്നാം, പക്ഷേ നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. നമ്മുടെ ദൈവത്താൽ സകലവും സാധ്യമാണ്. നമ്മൾ പാടാനൊരു പാട്ടിലുണ്ട്, അസാധ്യമെന്ന് കരുതിയ നാൾ അന്നാളിൽ അവരെല്ലോട് ചൊല്ലി. മനുഷ്യർക്ക് അസാധ്യമായ കാര്യം ആരാൽ സാധിക്കും? നമ്മുടെ ദൈവത്താൽ സാധിക്കും. അതുകൊണ്ട് ഏത് വിഷയത്തിലും പ്രിയപ്പെട്ടവരെ, അസാധ്യമെന്ന് നമുക്കും നാട്ടുകാർക്കൊക്കെ തോന്നുന്നതായ കാര്യങ്ങൾ സാധിപ്പിച്ച് തരുവാനായിട്ട് നമ്മുടെ ദൈവം മതിയായവനാണ് എന്നുള്ളതായ ആ വലിയ സത്യം ഉൾക്കൊള്ളേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഞാനിന്ന് പകൽ അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഈ 14-ാമത്തെ വാക്യത്തിൽ ഒരു മകനെക്കുറിച്ചുള്ളതായ വാഗ്ദത്തം ദൈവം കൃത്യമായി സമയബന്ധിതമായി കൊടുത്തിട്ട് 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവനെ തിരഞ്ഞെടുത്തത് അവൻ്റെ മക്കളോട് ഈ സത്യങ്ങൾ കൽപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ ഞാൻ വളരെ ഗൗരവമായിട്ടിന്ന് പകൽ ഓർത്ത ഒരു കാര്യം, അപ്പോൾ അബ്രഹാം ഈ വലിയ സത്യം മനസ്സിലാക്കുമ്പോൾ ദൈവം കൊടുക്കാൻ പോകുന്ന ഈ മകൻ അതിൽ തന്നെ എത്രയോ പ്രാധാന്യമുള്ളവനാണ് എന്നുള്ളത് അവൻ ശരിയായി മനസ്സിലാക്കി വർത്തിക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. മകൻ ജനിച്ചിട്ടില്ല, 1 വർഷം കഴിയുമ്പോൾ ജനിക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ 1 വർഷക്കാലം ഈ മകന് അബ്രഹാം പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അവനോടുള്ള ബന്ധമുള്ള ഉത്തരവാദിത്വം എത്രയോ കൃത്യമായി വെളിപ്പെടുത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്നൊരു ദൂത് ഇന്ന് രാത്രിയിൽ കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്ന മക്കൾ അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അത് പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോകുവാൻ ഇടയായിട്ട് തീരരുത്. 128-ാം സംഘത്തിൽ പറയുന്നത്, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഈ വൃക്ഷങ്ങളിൽ വെച്ച് ഇസ്രയേലിൽ ഏറ്റവും പ്രാമുഖ്യമുണ്ടായിരുന്ന വൃക്ഷം ഒലിവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനൊരു തെളിവുണ്ട്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ അത് ഓർത്തായിരുന്നു. വൃക്ഷങ്ങൾ രാജാവിന് നിർദ്ദേശിക്കാനായിട്ടുള്ള ഒരു ചരിത്രം നമ്മളവിടെ വായിക്കാനിടയായിട്ട് തീരുന്നുണ്ടല്ലോ. ആദ്യം അവസരം കിട്ടിയത് ആർക്കാണ്? ഒലിവിനാണ്. അപ്പോൾ അത് 128-ാം സങ്കീർത്തനം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മക്കൾ അതിൽ തന്നെ വീട്ടിൽ എത്രയോ പ്രധാനപ്പെട്ടവരാണ് എന്നുള്ളതായ ആ വലിയ സത്യവും എല്ലാ ഗൗരവത്തിലും ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വിശദീകരണം കൂടെ അതിന് കാര്യം ഓർപ്പിക്കുക. നിങ്ങളുടെ മക്കളെ റിസ്ക് ചെയ്ത് വേറൊരു പരിപാടിക്കും നിങ്ങൾ പോകാനായിട്ട് പാടില്ല. കാരണം കുടുംബത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതായ ആ ദാനങ്ങൾ അതിൽ തന്നെ ഏറ്റവും വിലപ്പെട്ടതായിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. 127-ാം സങ്കീർത്തനം
മൂന്നാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവും തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പൊതുവേ വെളിപ്പെടുത്തുന്നതായ ഈ അനുഗ്രഹീതമായ സത്യം എല്ലാ ഗൗരവത്തിലും സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ വളരെ പരിചയമുള്ള ഒന്ന് രണ്ട് ആളുകളെക്കുറിച്ച് കൂടി പറയണം എന്നൊരു പ്രകാശനം ഉണ്ടായതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്നൊക്കെ ചേർത്ത് പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് അബ്രാമിനും യോക്കേബേദിനും ഒരു മകനുണ്ടാകുന്നത്. അവർ രണ്ടുപേരും ഇഷ്ടിക തൊഴിലാളികളായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഠിനമായ പീഡയിലൂടെ ദൈവത്തിൻ്റെ ജനം കടന്നു പോകുകയായിരുന്നു. വായിക്കാൻ ആവശ്യമില്ല, നമുക്ക് പരിചയമുള്ളൊരു വാക്യം എബ്രായർ 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. ഓർക്കുന്നുണ്ടോ വാക്യം? അവരുടെ വിശ്വാസത്താൽ ശിശു സുന്ദരനെന്ന് അവൻ്റെ അമ്മയപ്പന്മാർ കണ്ടു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ കുഞ്ഞിനെ ദൈവം നൽകുമ്പോൾ എല്ലാം പ്രതികൂലമാണ്, എല്ലാം പ്രതികൂലമാണ്. ഈ കുഞ്ഞ് മുമ്പോട്ട് ജീവിച്ചിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വല്ലാത്ത ആശങ്കകൾ മുറ്റി നിൽക്കുന്നതായ സമയമാണ്. പക്ഷേ വിശ്വാസത്താൽ ഈ മാതാപിതാക്കൾ ആ കുഞ്ഞിൻ്റെ ആത്മീക സൗന്ദര്യം കണ്ട് വളരെ വില കൊടുത്ത് അവനെ സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വാക്യങ്ങളൊന്നും ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാവർക്കും പരിചയമുള്ള ചരിത്രമാണല്ലോ. 3 മാസം ആ കുഞ്ഞിലെ യോക്കേബേദ് ഒളിപ്പിച്ച് വയ്ക്കുകയാണ്. ഞാൻ വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. എന്തോരം ബന്ധപ്പാട് അവൾ എടുത്തു കാണാനുള്ളതായ സാധ്യതയുണ്ട്. 3 മാസം ഇങ്ങനെ ഒരു കുഞ്ഞിനെ പ്രത്യേകിച്ച് രാജാവിൻ്റെയോ സൈന്യത്തിൻ്റെയോ കണ്ണിൽപ്പെടാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എന്തോരം ശ്രമകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ സൂക്ഷിച്ചു. പിന്നെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്ത് സുരക്ഷിതത്തിൻ്റെ വഴികൾ ഒരുക്കിയാണ് അവനെ നദിയിൽ കിടത്തുവാനിടയായിട്ട് തീർന്നത് എന്ന് നമ്മൾ കാണുകയാണ്. ഞാനത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഒരു സന്ദേശം കൈമാറട്ടെ. ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൽ അവർ വിശ്വാസത്താൽ വലിയ കാര്യങ്ങളെ പ്രതീക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ആ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഏത് വില കൊടുത്തും ആ കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ അവരുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നാം കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ദൂത് കൈമാറുകയാണ്. ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിനു വേണ്ടി അവരെ ആത്മീക സൗന്ദര്യം കണ്ട് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും റിസ്ക് ചെയ്യരുത് എന്നുള്ളതായ വലിയ പാഠം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, പിൽക്കാലത്ത് ഈ പൈതൽ വളർന്ന് അവരെത്രയോ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ഞാൻ പല വാക്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും ഒരു വാക്യം വായിക്കണമെന്നൊരു ആഗ്രഹം തോന്നി. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഞാൻ അതിൻ്റെ പശ്ചാത്തലമൊന്നും വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. 7-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ ദൈവം മോശയെക്കുറിച്ച് പറയുന്നതായ അതിമനോഹരമായ ഒരു സത്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് മാത്രം പോകാം എന്ന് ഞാൻ കരുതുകയാണ്. 12-ന്റെ 7-ാമത്തെ വാക്യം. മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകും. അപ്പോൾ എന്ത് കൃത്യമായിട്ടാണ് സ്വർഗത്തിലെ ദൈവവും മോശയെക്കുറിച്ച് ഏറെ പ്രതികൂലമായ സാഹചര്യത്തിൽ തൻ്റെ സഹോദരനും സഹോദരിയും തനിക്കെതിരെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് മനോഹരമായ സാക്ഷ്യമാണ് പറയാനിടയായിട്ട് തീരുന്നത്. എബ്രായ ലേഖനകാരൻ ഇത് എടുത്തു പറയുന്നുണ്ട്.
നമ്മൾ ആ വാക്യത്തിലേക്കൊന്നും പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാനൊരു ദൂത് കൈമാറട്ടെ. ഒരു കൈക്കുഞ്ഞായിട്ട് ആ കുഞ്ഞിനെ ഈ മാതാപിതാക്കൾക്ക് കിട്ടുമ്പോൾ വിശ്വാസത്താൽ അവൻ്റെ വലിപ്പവും പ്രാധാന്യവും മനസ്സിലാക്കി അവനെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ഈ മാതാപിതാക്കൾ വഹിച്ച പങ്ക് എത്രയോ പ്രധാനപ്പെട്ടതാണ്. ഇസഹാക്കിനെ അബ്രഹാമിനെ വാഗ്ദത്ത നിവൃത്തിയിൽ കിട്ടുമ്പോൾ അബ്രഹാമും സാറയും കൂടെ എന്തോ ഒരു സൂക്ഷ്മതയോടെ ആയിരിക്കാം അവനെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ബൈബിളിലുടനീളവും ഈ വലിയ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം തന്നെ മക്കൾ എത്ര പ്രധാനപ്പെട്ടവരാണ് എന്നുള്ളതായ സത്യത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മളിവിടെ കാണുകയാണ്. ഞാൻ പേര് മാത്രം പറഞ്ഞാൽ മതി, ഇനി ഒരാളെ കൂടി പറയണമെന്ന് ഞാൻ വിചാരിച്ചു. ആളുടെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ വായിക്കുന്നിടത്ത് അങ്ങനെ ഒരു മകനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാണെന്ന് പ്രത്യേകിച്ച് ചോദിക്കണ്ടല്ലോ, ശമൂവേൽ. അപ്പോൾ ഈ ശമൂവേലിന് ഹന്ന ഏറെ പ്രാർത്ഥിച്ച് ദൈവം കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നതായ ദാനമാണ്. അതെന്തിനാ ഞാനിപ്പോൾ വിശദീകരിക്കും, നമ്മളെ അതിങ്ങനെ കൂടെ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ വളരെ പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനയുടെ ഉത്തരമായിട്ടാണ് ശമൂവേലിനെ ഈ കുടുംബത്തിന് ദൈവം നൽകിയത് എന്ന് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് പരിചയമുണ്ടെങ്കിലും ഒരു വാക്യം ഒന്ന് വായിക്കണം എന്നാഗ്രഹിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ ആ കുഞ്ഞിന് വേണ്ടി ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ എന്തെല്ലാം വിശദാംശങ്ങളാണ് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രസംഗത്തിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒത്തിരി വിശദീകരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ സാധാരണ ഓർക്കുന്നത് പോലെ ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പെണ്ണിലേക്ക് പിള്ളേരുണ്ടല്ലോ, എൻ്റെ വയസ്സുകാലത്ത് നോക്കാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചല്ല അവൾ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഇടയായിട്ട് തീർന്നത്. പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രചോദനമാണ്, ഞാൻ അവനെ ആർക്ക് കൊടുക്കും? യഹോവയ്ക്ക് കൊടുക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് മക്കളെ നൽകുന്നത് അവർ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ വലിയ സത്യം എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. മക്കളെക്കുറിച്ചുള്ളതായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും വഴിമാറിപ്പോകുന്നില്ല എന്നുള്ളത് എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കട്ടെ. പിന്നെ ബാക്കി വിശദാംശങ്ങൾ നമുക്കറിയാം. എങ്കിലും ഞാനിന്ന് ഈ വേദഭാഗത്തൂടെ കടന്നു പോയപ്പോൾ ഒരു കാര്യം ഇവിടെ പറയണം എന്ന് തോന്നി. ഇങ്ങനെ ഒരു പൈതലിനെ ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മകന് എത്ര സൂക്ഷ്മതയോടു കൂടിയാണ് ഹന്ന വളർത്തിയത് എന്നുള്ളത് നമുക്കിവിടെ വായിക്കാനായിട്ട് സാധിക്കുകയാണ്. അത് വാക്യം വായിക്കാം എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് വായിച്ച് പതിഞ്ഞ വാക്യങ്ങളിലെ 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ മകനെ എന്ത് പ്രാധാന്യത്തോടെ ഹന്ന പരിചരിച്ചു എന്നുള്ളത്
നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് വായിച്ച് 22-ാമത്തെ വാക്യം. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, ഈ കുഞ്ഞിനെ ലഭിച്ചു കഴിയുമ്പോൾ അവനെ ഒത്തിരി താമസം കൂടാതെ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അവളുടെ പതിവനുസരിച്ച് പോകാം എന്ന് പറയുമ്പോൾ അവൾ പറയുകയാണ്, ഞാൻ തൽക്കാലം പോരുന്നില്ല. കാരണം ഇവനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ, അതെല്ലാം അവിടെ വിശദമായിട്ട് എഴുതിയിട്ടില്ല കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് സങ്കല്പിക്കുന്നൊരു കാര്യമാണ്. ദൈവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ. എത്ര നാളുകളുണ്ടെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി കണക്ക് കൂട്ടാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ മുഴുവൻ അറ്റൻഷനും ഇവന് കൊടുക്കണം. കാരണം ഞാൻ ഇവനെ ഇനി ദൈവാലയത്തിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ എനിക്ക് അവനെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല. അത് വളരെ ചുരുങ്ങിയ നാളുകളാണ് എന്നൊരു വിചാരം എനിക്ക് ഇല്ല. കാരണം എത്ര വയസ്സെന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റുകയില്ല. ചിലരൊക്കെ 3 വയസ്സെന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനേക്കാൾ കവിഞ്ഞൊരു പ്രായം വരെ ഈ ശമൂവേൽ ഹന്നയോടുകൂടെ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഈ 22-23 വാക്യങ്ങൾ നിങ്ങൾ പിന്നെ വീട്ടിൽ പോയി ഒന്ന് വായിച്ച് നോക്കിയാൽ ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ അവന് വേണ്ടി പല കാര്യങ്ങൾ ഒരമ്മ എന്ന നിലയിൽ അവൾക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ലോകത്തിൽ വേറെ ആർക്കും സാധിക്കില്ല. ഒരു മാതൃത്വം എന്ന് പറയുന്നത് എന്തോ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ളതായ ഒന്നാണ്. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യവും ലോകത്തിൽ ആർക്കും ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് അപ്പനും അമ്മയും മക്കളോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഒരു കാരണവശാലും വെച്ച് മാറാനായിട്ട് പാടില്ല. കാരണം അങ്ങനെ വെച്ച് മാറുന്നത് മക്കൾക്ക് ലഭിക്കേണ്ട പരിചരണവും ലഭിക്കേണ്ടതുപോലെ ലഭിക്കുന്നതിന് തടസ്സമായിട്ട് തീരാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ദൈവം കൊടുത്ത പ്രാർത്ഥനയുടെ ഉത്തരമായി കൊടുത്ത മകന് എന്ത് പ്രാധാന്യത്തോടു കൂടിയാണ് ഹന്ന കണ്ട് അവന് വേണ്ടിയുള്ള ദൈവിക ഉത്തരവാദിത്വങ്ങൾ, ദൈവപ്രാർത്ഥനയുടെ ഉത്തരമായി കൊടുത്ത ആളെ ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തുന്നു എന്നുള്ളത് ദൈവം വളരെ ഗൗരവമായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ ഏറ്റവും ശരിയായി സൂക്ഷിക്കേണ്ടതിന് അവൾ പുലർത്തിയ സമർപ്പണവും നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഒരമ്മ എന്നതിൽ അവന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണമോ അതെല്ലാം ആ സമയത്തിനുള്ളിൽ അവൾ അടിയന്തര സ്വഭാവത്തോടെ നിർവഹിച്ചു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, മാതാപിതാക്കൾ എന്ന നിലയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മക്കളോടുള്ള ബന്ധത്തിൽ എല്ലാം കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, ഞാനിത് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നില്ല, ഒരു ഗ്രഹപാഠമായിട്ടിരിക്കട്ടെ. 24-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ 2-3 വാക്കുകൾ ശ്രദ്ധിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ, ഈ കുഞ്ഞിനെ പരിചരിക്കുന്നതിൽ അവൾ പുലർത്തിയ ആഴമേറിയ സമർപ്പണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഭംഗിയായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതേറ്റവും വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. നമുക്കറിയാം, ശമൂവേൽ വളർന്നു ദൈവിക ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ
എത്ര മനോഹരമായിട്ട് അത് തുടങ്ങാനും പൂർത്തീകരിക്കുവാനും തനിക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ പല തെളിവുകൾ ഈ വേദഭാഗത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവനെ രൂപപ്പെടുത്തിയതിൽ അവൻ്റെ അമ്മ വഹിച്ച പങ്ക് എത്രയോ മനോഹരമാണ്, എത്രയോ വിശ്വസ്തമായിട്ടാണ് അവളത് നിർവഹിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മൾ ഈ ദിവസങ്ങളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നല്ല മാതൃകയെ പിൻപറ്റാനായിട്ട് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഞാൻ 18-19 നിന്ന് 2 ചോദ്യങ്ങൾ കൂടി ചോദിച്ച് നമുക്കൊക്കെ അറിയാവുന്ന ഉത്തരമാകൊണ്ട് ഉത്തരവും പറയാം എന്ന് വിചാരിക്കുകയാണ്. എന്തിനാണ് അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനാണ് അബ്രഹാമിനെ ദൈവം ജാതികളിൽ നിന്ന് തിരഞ്ഞെടുത്തത്? ആ വാക്യത്തിലുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. പറയാമോ? കൽപ്പിക്കേണ്ടതിന്. ആരോട് കൽപ്പിക്കേണ്ടത്? തൻ്റെ മക്കളോടും കുടുംബത്തോടും കൽപ്പിക്കേണ്ടതിനാണ് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത്. വേറെ വാക്യങ്ങളിലൂടെയൊക്കെ വേറെ ചില ഉത്തരങ്ങളൊക്കെ നമുക്ക് പറയാൻ കിട്ടും. പക്ഷേ ഇവിടെ ആ മകനെ കൊടുക്കുന്നതായ സത്യം വെളിപ്പെടുത്തുന്ന അധ്യായത്തിൽ എന്തിനാണ് അബ്രഹാമെ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതായ കാര്യം എത്രയോ വ്യക്തമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ദൈവം മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മെ തിരഞ്ഞെടുത്ത് ഈ വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നതിന് പിൻപിലുള്ളതായ ലക്ഷ്യം നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞ ആളുകൾക്ക് ആവർത്തന പുസ്തകം പഠിച്ചപ്പോൾ ഇത് വളരെയധികം ചിന്തിച്ചതും ആവർത്തന വിരസത കൂടാതെ പ്രസംഗിച്ചതുമാണ് എന്നുള്ളത് കൊണ്ട് ഞാനിതിൻ്റെ വിശദീകരണങ്ങൾ പറയണ്ട എന്ന് കരുതുന്നു. എന്നാൽ ചില റെഫറൻസുകൾ നിങ്ങൾക്കറിയാവുന്നത്, ഇത് പറഞ്ഞിരിക്കുന്ന ചില റെഫറൻസുകൾ നിങ്ങൾ തന്നെ എഴുതിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുമെന്ന് എനിക്കറിയാം. അത്രത്തോളം പരിചയമുള്ളതായ വാക്യങ്ങൾ ഞാൻ ആ റെഫറൻസുകളൊന്ന് പറഞ്ഞ് ആ ഭാഗത്ത് മുമ്പോട്ട് പോകാം. ആവർത്തനം 6-ൻ്റെ 6-7 വാക്യങ്ങൾ നമ്മുടെ മനപ്പാഠ വാക്യമായിരുന്നു. പിന്നെ ഇതേ വാക്യം തന്നെ നമ്മൾക്ക് അടുത്ത മാസത്തിൽ മനപ്പാഠ വാക്യത്തിലും ഉണ്ടായിരുന്നു. അതിൻ്റെ റെഫറൻസ് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇതേ വാക്യം തന്നെ നമ്മൾ അടുത്ത മനപ്പാഠ വാക്യത്തിലും കാണുന്നുണ്ട്. കാത്തിരിക്കാൻ പറ്റില്ല. 11-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ ഇതേ കാര്യം തന്നെ അവിടെ ആവർത്തിക്കുക. ആവർത്തന പുസ്തകത്തിൽ ആവർത്തിക്കുന്നതിൽ അതിശയിക്കാനില്ല. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യവും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നതായി നമ്മൾ കാണുകയും, ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമുക്കത് ആവർത്തിച്ച് ഉൾക്കൊള്ളേണ്ട ഒരു ദൂതായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ മാത്രമല്ല നമ്മളെയും ദൈവം ഈ വലിയ ലക്ഷ്യത്തിലാണ് തിരഞ്ഞെടുത്തത്. 34-ാം സങ്കീർത്തനം 11-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം, ദാവീദിൻ്റെ വാക്കുകൾ ഓർക്കണ്ട വാക്യം. മക്കളെ വന്നെനിക്ക് ചെവി തരുവിൻ, ഞാൻ യഹോവയുള്ള ഭക്തിയെ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. തിരക്ക് പിടിച്ച ആ മനുഷ്യൻ രാജ്യഭാരം വഹിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ മക്കൾക്ക് ഉപദേശം കൊടുക്കത്തക്കവണ്ണവും സമയം കണ്ടെത്തി എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു സത്യമാണ്. ഇവിടെ ചേർത്ത് നോട്ട് ചെയ്യാവുന്ന മറ്റൊരു റെഫറൻസ് ഉണ്ട്. സദൃശവാക്യം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ദാവീദിൻ്റെ ഒരു മകൻ അവനല്ലേ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ശലോമോൻ അവൻ്റെ അപ്പൻ പഠിപ്പിച്ച കാര്യം എത്രയോ മനോഹരമായിട്ടാണ് അവിടെ സാക്ഷ്യപ്പെടുത്തപ്പെടുന്നതായി നമ്മൾ കാണുന്നത്. പുതിയ നിയമത്തിലെ ഈ കൽപ്പനയുള്ള വാക്യം നമുക്ക് എല്ലാം അറിയാമല്ലോ. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, അബ്രഹാമിനെ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ തിരഞ്ഞെടുത്തത്, അതേ കാര്യത്തിനു വേണ്ടി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവാത്മാവ് നമുക്ക്
ആവശ്യമായ ദൈവകൃപ നൽകട്ടെ. ഒരു റെഫറൻസ് കൂടി വായിക്കണം നമുക്ക്. അറിയാവുന്നതാണെങ്കിലും ഞാനിന്ന് പകൽ വചനം ധ്യാനിക്കുമ്പോൾ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കണമെന്നൊരാഗ്രഹം തോന്നി. യിരെമ്യാപ്രവചനം 35-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ രേഖാബ്യ കുടുംബത്തിൻ്റെ മനോഹരമായ വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കത് വായിക്കുമ്പോൾ അബ്രഹാമിനോട് പറഞ്ഞില്ലേ ആ വാക്ക്, അവിടെ രേഖാബിൻ്റെ മകനായ യോനാദാവ് ചെയ്ത ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ടെ 35-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അതിന് അവർ പറഞ്ഞത്, ഞങ്ങൾ രേഖാബിന്റെ മകനായി ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഞങ്ങളോട്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്, വീട് പണിയരുത്, വിത്ത് വിതയ്ക്കരുത്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത്, ഈ വക ഒന്നും നിങ്ങൾക്കുണ്ടാകുകയും വരുത്, നിങ്ങൾ ജീവപര്യന്തം കൂടാരങ്ങളിൽ പാർക്കണം എന്നിങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിന് അടിവരയിടാൻ ശ്രമിക്കുക. എന്താ? കൽപ്പിച്ചിരിക്കുന്നു. ഈ യോനാദാവ് മക്കൾക്ക് കൊടുത്ത കൽപ്പനയാണിത്. ഇത് വായിക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകണ്ട. ഇത് ഇസ്രയേലിൽ പൊതുവെ അനുവദിച്ചിട്ടുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മുന്തിരിത്തോട്ടം ഉണ്ടാക്കാനും അത്യാവശ്യം വീഞ്ഞൊരു പാനീയമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ ഉള്ളതായ സ്വാതന്ത്ര്യം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യോനാദാബിൻ്റെ ആഗ്രഹം തൻ്റെ മക്കൾ ശരാശരിക്ക് മുകളിൽ ജീവിക്കണം എന്നുള്ളതാണ്. ആ വാക്ക് എൻ്റേതല്ല, വില്യം മാക്ഡൊണാൾഡ് എഴുതിയൊരു പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ തലക്കെട്ടതാണ് ശരാശരിക്ക് മുകളിൽ. അപ്പോൾ ഈ പറയുന്നത് പോലെ ഇവർ ജീവിച്ചാൽ അവർ ശരാശരിക്ക് മുകളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ യോനാദാബിൻ്റെ ആഗ്രഹം, എൻ്റെ മക്കൾ ഇങ്ങനെ പാർക്കണം. അതിലെന്നെ സ്പർശിച്ച കാര്യം അബ്രഹാമിനോട് പറഞ്ഞത്, അബ്രഹാം നീ കൂടാരങ്ങളിലാണ് പാർക്കുന്നത്. അബ്രഹാം അങ്ങനെയാണ് പാർത്തത്. ഇവിടെയും പ്രത്യേകിച്ച് ആ കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ മക്കൾക്ക് പിൻപറ്റാനുള്ളതായ മാതൃക യോനാദാബ് എത്രയോ കൃത്യമായി കൽപ്പിച്ചു. ഇതിനെനിക്ക് ഭയങ്കര ആവേശം നൽകുന്നൊരു ചരിത്രമാണിത്. കാരണം യിരെമ്യാപ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേൽ എല്ലാം പ്രമാണം വിട്ട് തെറ്റിപ്പോയ കാലം. അതുകൊണ്ട് ആ പ്രവാചകന് ഒരു പേരുണ്ടല്ലോ, കരയുന്ന പ്രവാചകൻ. ഇസ്രായേലിൻ്റെ പാപത്തെ ഓർത്ത് കരയുന്ന പ്രവാചകനാണ്. പക്ഷേ ഈ പ്രവാചകനോട് പറഞ്ഞു, നീ ആ രേഖാബ്യ കുടുംബത്തെ വിളിച്ച് ദൈവാലയത്തിൽ കൊണ്ടുവരും, എന്നിട്ട് അവർക്ക് വീഞ്ഞു കുടിക്കാൻ കൊടുക്കുക. അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിനക്ക് കാണാം. അപ്പോൾ അതങ്ങനെ അതുപോലെ തന്നെ ചെയ്തു. അവരുടെ ഉത്തരമാണ് നമ്മൾ വായിച്ചത്. ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല, ഞങ്ങൾ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുകയില്ല. ആ ഓരോ കാര്യങ്ങളും പറഞ്ഞു ഞങ്ങളുടെ പിതാവായ യോനാദാബ് ഇത് കൽപ്പിച്ചിരിക്കുന്നു. ഞാനിന്ന് രാത്രി ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. വല്ലാത്ത വഴികേടിൻ്റെ കാലത്ത് യോനാദാബിൻ്റെ മക്കൾ അവരുടെ അപ്പൻ കൊടുത്ത പ്രബോധനം വളരെ കൃത്യമായി സൂക്ഷിച്ച് ദൈവത്തിന് പ്രസാദകരമായി നിന്നു. പൊതുവെ ഇസ്രായേൽ രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ തെറ്റിപ്പോയ കാലത്ത് ഈ കുടുംബം എത്രയോ വ്യത്യസ്തമായി നിന്നു. എന്തുകൊണ്ട്? അവരെ വീട്ടിൽ മനോഹരമായി അവരുടെ വചനം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ പുഴുക്കുത്തുകളൊന്നും അവരെ ബാധിക്കാതെ വണ്ണം അവർ വ്യത്യസ്തരായിട്ട് നിന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ഈ പ്രമാണങ്ങളെ വീട്ടിൽ വിശ്വസ്തമായി നിർവഹിച്ചാൽ ഇതുകൊണ്ട് എന്ത് സാധിക്കാനൊക്കെ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും. അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കാല ചരിത്രം പരിശോധിച്ചാൽ വീട്ടിലിത് വിശ്വസ്തമായി നിർവഹിച്ചാൽ പിൻതലമുറ അത് സൂക്ഷിച്ച് കർത്താവിന് വേണ്ടി വിശ്വസ്തരായിട്ട് നിന്നിട്ടുണ്ട്. യിരെമ്യാവിന് ഈ കുടുംബം എന്തൊരാശ്വാസമായിരുന്നു കാണും. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ആ ദൈവദാസൻ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു കുടുംബം, ഈ പിള്ളേരുണ്ടല്ലോ എന്നുള്ളത് യിരെമ്യാവിനെ എത്രയധികം ആശ്വസിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ഈ കുടുംബ നിയോഗം, അബ്രഹാമിന് കൊടുത്ത നിയോഗം, നമുക്ക് തന്നിട്ടുള്ള നിയോഗം നമ്മൾ ഒരു കാരണവശാലും ഉപേക്ഷയായി വിചാരിക്കരുത്. ഒരു ചോദ്യത്തിന് കൂടെ ഉത്തരം പറയാനുണ്ട് ഈ വാക്യത്തിൽ നിന്ന്. അത് കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതായ ഉത്തരവാദിത്വം ഏറ്റവും നന്നായി നിർവഹിക്കാം. നമ്മുടെ കുറിവാക്യം ഒന്ന് ഓർക്കാം, ആചരിക്കുകയും പഠിപ്പിക്കും. അതാണ് ഇനി പറയേണ്ടത്.
എന്ന് പറഞ്ഞാൽ വീട്ടിൽ പഠിപ്പിക്കുമ്പോൾ തിയറി പഠിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. പിന്നെയോ അത് പ്രായോഗിക ജീവിതത്തിൽ ആചരിച്ച് പഠിപ്പിക്കണം. അല്പം വിശദാംശം അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ തലമുറയിൽ നമുക്ക് വചനം ആചരിച്ച് പഠിപ്പിച്ച് സ്വർഗരാജ്യത്തിൽ വലിയവരാകുന്നു എന്നുള്ളത് പരമാർത്ഥതയോടെ ഉറപ്പുവരുത്തി സാക്ഷി വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. ഈ ആലോചന അതിന് മുഖാന്തരമാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.